നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും രോഗികളായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുന്നവരും മറ്റ് മതസ്ഥരായ ആളുകളും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ ഞങ്ങൾ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജായി ആവശ്യം അറിയിക്കുക. ജ്യോതിഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിക്കുന്നത്. അതിന് ചാനൽ ഒരു നിശ്ചിതമായ തുക ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ജാതകവും കുറച്ച് സമയമെടുത്താണ് പരിശോധനയും പരിഹാരവും ഒക്കെ കണ്ടെത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ നിശ്ചിത തുക ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതറിയുന്നതിനായി ചാനലുമായി നേരിട്ട് ബന്ധപ്പെടുക. ഒരിക്കലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. മെസ്സേജായി അറിയിക്കുക. പരിഹാര മാർഗങ്ങളും തിരിച്ച് മെസ്സേജായി നിങ്ങളെ അറിയിക്കുന്നതാണ്. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജുംബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനമായ ഒരു കാര്യം പറയുന്നതിനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. തീർച്ചയായും ധനവ്യവസ്ഥിതിയെക്കുറിച്ച് ദുഃഖപ്പെടുന്നവരാണ് കൂടുതൽ ആളുകളും. പണമില്ലായ്മ ഏതൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ അടുത്ത് ചോദിച്ചോ അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും കടമായിട്ടോ വായ്പയായിട്ടോ ഒക്കെ വാങ്ങിച്ച് ഇറങ്ങിത്തിരിക്കേണ്ട ഗതികേട്. ഈ ഗതികേടൊക്കെ മാറി നിങ്ങൾക്ക് സ്വന്തമായി ധനം വരുന്ന നിലയിലേക്ക് എത്തിയാൽ, മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അതിൽ പരമൊരു സന്തോഷമുണ്ടോ? അതുണ്ടാകുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. 21 ദിവസത്തെ പൂജാ മന്ത്രവിധിയിലൂടെ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് നീങ്ങിയാൽ 41 ദിവസം കൊണ്ട് തീർച്ചയായും ഒരു വിജയകരമായ ധന അഭിവൃദ്ധിയുടെ ആളായി നിങ്ങൾ മാറും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അതിനാണ് കുബേര മാന്ത്രിക ചതുരം എന്ന് പറയുന്ന സംഖ്യാതലത്തിൽ വളരെ പ്രാധാന്യത്തോടെ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. 21 ദിവസങ്ങൾ കൊണ്ട് വളരെ ശുദ്ധിയായ തലത്തിലിരുന്നു കൊണ്ട് കുബേരനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് നമ്മുടെ അടുത്തേക്ക് വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. അതായത് കുബേരൻ എന്ന് പറയുന്നത് ധനത്തിൻ്റെ അധിപതിയായ ദൈവമാണ്. കുബേരനും മഹാലക്ഷ്മിയുമാണ് ധനദേവതയും ധനദൈവതലങ്ങളും. തീർച്ചയായിട്ടും കുബേരനെയോ മഹാലക്ഷ്മിയോ പ്രീതിപ്പെടുത്തിയാൽ വളരെ ഐശ്വര്യ സമ്പന്നമായിരിക്കുന്നൊരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറാൻ കഴിയും. കുബേരനെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തുന്നതാണ് മഹാലക്ഷ്മി പ്രീതിയേക്കാൾ വളരെ എളുപ്പത്തിൽ നടക്കുന്നത്. മഹാലക്ഷ്മി പ്രീതിക്ക് കുറേയേറെ നമ്മൾ ഉപാസനാമൂർത്തിയൊക്കെ സ്വീകരിക്കേണ്ടതായി വരും. മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായി ഉപാസനാമൂർത്തികളെയൊക്കെ സ്വീകരിച്ച് പ്രാർത്ഥിച്ച് ഒരുപാട് മന്ത്രങ്ങളും അതുപോലെ തന്നെ കഠിന വ്രതവും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ മഹാലക്ഷ്മി ദേവി അനുഗ്രഹസ്ഥയാവുകയുള്ളൂ. എന്നാൽ ധനദേവനായി നിൽക്കുന്ന കുബേരനെ 21 ദിവസങ്ങളുടെ മന്ത്ര ഉച്ചാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ വ്രതാനുഷ്ഠാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. കുബേരനെ വടക്ക് ദിക്കിൻ്റെ അധിപനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. വടക്ക് വർധനവാണല്ലോ. വടക്ക് ദിക്ക് എന്ന് പറയുന്നത് വർധനവിൻ്റെ ദിക്കാണ്. ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയും വടക്കു ദിക്കിലേക്ക് ഇറങ്ങിയാൽ തീർച്ചയായിട്ടും അത് അനുഗ്രഹദായകമായ ഒരു പോക്കും വരവുമൊക്കെയാവും. വടക്ക് ദിക്കിനാണ് ഈശാന കോൺ എന്നുവരെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈശ്വരന്മാരുടെ സർവ്വസങ്കേതമായി നിലനിൽക്കുന്ന ഒരു പ്രത്യേക തലമാണ് വടക്കു ദിക്കെന്ന് പറയുന്നത്. വടക്ക് ദിക്കിൻ്റെ അധിപനാണ് കുബേരനായിരിക്കുന്ന ധനദേവൻ. കുബേരൻ യക്ഷന്മാരുടെ രാജാവാണ്. യക്ഷന്മാരെപ്പോഴും പ്രപഞ്ചത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഗന്ധർവന്മാരും യക്ഷന്മാരും പ്രപഞ്ച സഞ്ചാരികളാണ്. പ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും
ജീവജാലങ്ങളുടെ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കാണുകയും അത് അവരുടെ രാജസ്ഥാനത്തെ അറിയിക്കുകയും ചെയ്യുന്നവരാണ് യക്ഷന്മാരും ഗന്ധർവന്മാരും എന്ന. പിന്നീട് പരമേശ്വരൻ ധനം സംരക്ഷിക്കുന്ന ഒരു കാവൽക്കാരനായിട്ടാണ് കുബേരനെ നിയോഗിക്കുന്നത്. ബ്രഹ്മപുത്രനായിരിക്കുന്ന വൈശ്രവണൻ്റെ മുൻപിൽ തൊഴുതു പ്രാർത്ഥിച്ചാൽ ധന അഭിവൃദ്ധിക്ക് കാരണമാകുമെന്നാണ് പൗരാണിക വിശ്വാസം. തീർച്ചയായും അത് നടക്കുക തന്നെ ചെയ്യും. കാരണം കുബേരനെ ഇത്തരത്തിൽ ധനത്തിൻ്റെ രാജാവാക്കി മാറ്റിയത് വൈശ്രവണനും മഹാദേവനും കൂടിയിട്ടാണ്. അവരുടെ രണ്ടുപേരുടെയും ശക്തി കുബേരനിലൂടെ പ്രാർത്ഥനാ നിയോഗപ്രകാരം നമ്മളിലേക്ക് ലഭിക്കും. മഹേശ്വരൻ്റെയും വൈശ്രവണൻ്റെയും കുബേരൻ്റെയും അനുഗ്രഹം ലഭിക്കുന്നതാണ് കുബേര മാന്ത്രിക ചതുരം. തീർച്ചയായും സ്ക്രീനിൽ കാണുന്നത് പോലെ വരച്ച് അതിനെ പ്രാർത്ഥനാ നിർഭരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ 21 ദിവസങ്ങളിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ 41 ദിവസങ്ങൾക്കുള്ളിൽ വന്നു ചേരുന്ന സൗഭാഗ്യത്തെ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത തരത്തിൽ വലുതാണ്. ഇവിടെ പലരും അറിയാതെ പോകുന്നതും എന്നാൽ വിശ്വാസങ്ങളുടെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ തിരിച്ചറിഞ്ഞ് ചെയ്യുന്നതുമായ ചില അനുഷ്ഠാന കർമ്മങ്ങൾ വളരെ ഗുണപ്രധാനമാണെന്ന് തെളിയുകയാണ്. സമ്പത്താണ് ഒട്ടുമിക്ക ജീവിതങ്ങളുടെയും പ്രധാന പ്രശ്നമായി മാറുന്നത്. സമ്പത്തിൻ്റെ പ്രശ്നം വരുമ്പോഴാണ് വീട്ടിൽ വഴക്ക്, ശാന്തിയില്ലായ്മ, അതുപോലെ ആത്മഹത്യാ പ്രവണത തുടങ്ങിയവയുണ്ടാകുന്നത്. ഇതൊക്കെ മണ്ടത്തരങ്ങളാണ്. ധനം തരാനായി ദൈവം കാത്തിരിക്കുമ്പോൾ അതിനെ വാങ്ങുന്നതിനായി നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടുന്നത്. നമുക്കെല്ലാത്തിനും സമയമുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ട്. പക്ഷേ ഇതൊന്ന് ചോദിച്ചു വാങ്ങാൻ മാത്രം സമയമില്ല. കുറച്ച് ബുദ്ധിമുട്ടണം, കുറച്ച് ബന്ധപ്പെട്ടാൽ വലിയ സൗഭാഗ്യങ്ങളോട് ജീവിക്കാൻ കഴിയും. ഇത് നമ്മൾ പറയാൻ പോകുന്ന, അതായത് ഈ ബുദ്ധിമുട്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയാൻ പോകുന്ന കർമ്മം 21 ദിവസം വളരെ കഠിനമായി ചെയ്യേണ്ടുന്ന ഒരു കർമ്മമാണ്. അതിനു വേണ്ടി 21 ദിവസങ്ങൾ നമ്മൾ തയ്യാറാകണം. എന്നാൽ മാത്രമേ ഇതിലൂടെ ഉണ്ടാകുന്ന ധനാഭിവൃദ്ധിയിൽ സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങാനാവുകയുള്ളൂ. നമുക്കൊരിക്കലും എണ്ണം പറയാൻ കഴിയാത്ത തരത്തിൽ ധനം നമ്മളുടെ വീടിൽ കുമിഞ്ഞുകൂടുന്ന ഒരു കർമ്മ വ്യവസ്ഥയാണ് പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിയും 21 ദിവസം കഠിനമായി ഈ പ്രവർത്തനം ചെയ്താൽ, അല്ലെങ്കിൽ ഈ കർമ്മം ചെയ്താൽ, പിന്നീട് സമ്പത്ത് വ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല. അവൻ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു സമ്പന്നനായി മാറുകയാണ് പിന്നെ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ധനവ്യവസ്ഥയുടെ ബുദ്ധിമുട്ട് വരുമ്പോൾ വഴക്ക്, അടിപിടി, ശണ്ഠ, ആത്മഹത്യാ പ്രവണത, ഇതൊക്കെ വെറും അനാവശ്യമായ പ്രവർത്തനങ്ങളാണ്. ഇതൊക്കെ ബുദ്ധിമോശങ്ങളാണ് കാണിക്കുന്നത്. കുടുംബത്തിൻ്റെ വഴക്കുണ്ടാക്കി കുടുംബം തമ്മിൽ തെറ്റുക, ആത്മഹത്യ ചെയ്ത് പ്രപഞ്ചത്തിൽ തന്നെ പോവുക, അതൊക്കെ ജീവിതത്തിൽ കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റുകളാണ്. അതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് തരുന്നത്. അവരവർക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ ധനാഗമ മാർഗം. കുബേര ഭഗവാനെ മനസ്സിരുത്തി സ്ക്രീനിൽ കാണുന്ന കുബേര മാന്ത്രിക ചതുരം വരയ്ക്കുക. ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൻ്റെ തലേ ദിവസം മുതൽ ചെയ്തു തീരുന്ന 21 ദിവസം കഴിഞ്ഞു വരുന്ന 22ാമത് ദിവസം വരെ വളരെ പരിശുദ്ധിയോടെ പ്രഭാതത്തിലും സന്ധ്യാസമയത്തും വളരെ ആത്മീയതയോടെ മറ്റൊന്നും തന്നെ ഉപയോഗിക്കാതെ മത്സ്യ മാംസാദികളൊക്കെ വർജിച്ച് മനസ്സിൽ കുബേരൻ്റേതായ രൂപം മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ നടത്തേണ്ടുന്ന കർമ്മം. കുബേര മാന്ത്രിക ചതുര സംഖ്യായന്ത്രം നിർമ്മിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് അടയ്ക്ക, വെറ്റില, 1 രൂപ നാണയം, ചുവന്ന പട്ട്, പുഷ്പങ്ങൾ, ചെമ്പ് തകിട്, ചുവന്ന നൂല്, നാരായം അഥവാ ആണി എന്നിവയാണ് നിങ്ങൾ കരുതേണ്ടത്. കടബാധ്യതകളിൽപ്പെട്ട് ഇനി ഒരിക്കലും രക്ഷയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ വരെ നമ്മൾ കുബേര മാന്ത്രിക ചതുരത്തെക്കുറിച്ച് പറയുകയും അത് ചെയ്യുകയും ചെയ്തവർ വളരെ അനുഭവവേദ്യമായി നമ്മളെ ഫോണിലൂടെ കാര്യങ്ങൾ അറിയിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും കുബേര മാന്ത്രിക ചതുരം അത് നിർമ്മിച്ച് 21 ദിവസം അവരുടെ മനസ്സ് കൊടുത്ത് പ്രാർത്ഥിച്ച ആളുകൾ, അത് അത്ര കൂടുതലൊന്നുമില്ലെങ്കിലും പലരും ഇത് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും
അത് മാനസികമായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ വന്ന് അവരെ നിർത്തിയങ്ങ് പോവുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ആത്മാർത്ഥമായി ബാധ്യത ഒഴിയണമെന്ന് വിചാരിച്ച് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ സാമ്പത്തിക തലം ഉയർന്ന് അവർ പല വ്യവസ്ഥിതികളിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ്. വളരെ സാമ്പത്തിക മെച്ചമുള്ളവരായി മാറിയിരിക്കുന്നു. കടബാധ്യത കൊണ്ട് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ആളുകൾക്ക് വരെ കുബേര മാന്ത്രിക ചതുരം കൊണ്ട് വളരെ സമൃദ്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. ധനമേറെ കുബേരൻ നമ്മളുടെ കൈകളിലേക്ക് കൊണ്ട് വച്ചു തരുന്ന മാന്ത്രിക ചതുരമാണിത്. ധന അഭിവൃദ്ധിക്കായി കുബേര മാന്ത്രിക ചതുരം എങ്ങനെ നിർമ്മിക്കാം എന്ന് നമുക്ക് നോക്കാം. അതായത് കുബേര മാന്ത്രിക ചതുരത്തിൽ തലങ്ങും വിലങ്ങും എഴുതിയാൽ 72 എന്ന മാന്ത്രിക സംഖ്യ ലഭിക്കുന്നതാണ് ഭാഗ്യ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. ഈ 72-ലെ 7-നെയും 2-നെയും തമ്മിൽ കൂട്ടിയാൽ ദേവസംഖ്യയായ 9 ലഭിക്കുന്നു. ഇത് ഒരു ഭാഗ്യമാണ്. ദേവസംഖ്യയായ 9 ഈ ചതുരത്തിൽ ലഭിക്കുന്നത് എന്തുകൊണ്ടും നമ്മുടെ ഭാഗ്യ വ്യവസ്ഥിതിയാണ്. ഇതങ്ങനെ എല്ലാവരും ഒന്നും പറഞ്ഞു തരുന്ന കാര്യമല്ല. നമ്മളത് നമ്മളുടേതായ ആളുകൾക്ക് നന്മ വരട്ടെ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് പൊതുവായി പറഞ്ഞു തരുന്നത്. സ്വാഭാവികമായും നമ്മളടുത്ത് പ്രശ്നവിധി നോക്കുകയും ജീവിതത്തിലെ കടബാധ്യതകൾ മാറിക്കിട്ടുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ വരുമ്പോൾ മാത്രമാണ് നമ്മൾ അവരോട് പറയാറുള്ളത്. സ്വാഭാവികമായും വരുന്ന കമൻറ്റുകളിലെല്ലാം തന്നെ ധനനഷ്ടം, ധനഭാഗ്യമില്ലായ്മ, കടബാധ്യത, ഇങ്ങനെ ഒരുപാട് പേര് നമ്മളോട് കമൻറ്റിലൂടെ അത് രേഖപ്പെടുത്തുന്നതുകൊണ്ടാണ് ഇത് പൊതുവായി പറയാമെന്ന് വിചാരിച്ചത് പറയുന്നത്. തീർച്ചയായും നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ വലിയ മാറ്റം ജീവിതത്തിലുണ്ടാവും. ഈ മാന്ത്രിക ചതുരം നിർമ്മിക്കുന്ന ദിവസം അതിരാവിലെ കുളിച്ച് ശരീരശുദ്ധി വരുത്തുക. ശേഷം തൂശനിലയിൽ വിളക്ക് വയ്ക്കുക. വെറ്റിലയും അടക്കയും വയ്ക്കുക. 1 രൂപ നാണയം വച്ച് കുറച്ച് പുഷ്പങ്ങളും വയ്ക്കുക. എന്നിട്ട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. ശേഷം ഈ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ ചതുരം വരച്ച് സംഖ്യകൾ അടയാളപ്പെടുത്തുക. ഇങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ ചതുരം വരയ്ക്കാനും സംഖ്യകൾ എഴുതാനും ശ്രമിക്കുന്നതിനിടയിൽ തകിടിന് മുറിവ് പറ്റാതെ നോക്കണം. നമ്മളെപ്പോഴും അങ്ങനെയാണ്. ഏത് യന്ത്രതലം ചെയ്യുമ്പോഴും തകിടുകൾക്ക് മുറിവ് സംഭവിക്കത്തില്ല. അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് ആ തകിട് ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. അപ്പോൾ വളരെ വളരെ ശ്രദ്ധയോട് ചെയ്യേണ്ട ഒരു കർമ്മമാണ് ഇതെന്ന് ഉദ്ദേശിച്ചോണം. ആ ചെമ്പ് തകിടിൽ കൃത്യമായി ചതുരം വരച്ച് എങ്ങോട്ട് കൂട്ടിയാലും 72 എന്ന സംഖ്യ കിട്ടുന്ന തരത്തിൽ നമ്മൾ നാരായം വെച്ചോ അല്ലെങ്കിൽ ആണി വെച്ചോ എഴുതുമ്പോൾ തകിട് മുറിയാതെ നോക്കണം. അതുപോലെ തന്നെ സൂക്ഷിക്കുമ്പോൾ തകിട് മുറിയാതെയും മടങ്ങാതെയും നോക്കണം. അപ്പോൾ അതിൻ്റെ വലിപ്പത്തിലെടുത്താൽ അത്ര വലിയ അത്ര വലുതൊന്നും വേണ്ട. നമ്മുടെ സ്വാഭാവികമായും നമ്മുടെ പേഴ്സിലിരിക്കത്തക്ക തരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ ചെറുതായിട്ട് മറ്റാരും കാണാത്ത തരത്തിൽ വയ്ക്കുന്ന നിലവാരത്തിലോ ഒക്കെയുള്ള ഒരു ചെമ്പ് തകിട് മതി. അല്ലാതെ വലിയ പടവണ്ടാരമൊന്നും എടുത്തു വെച്ച് വരയ്ക്കുകയൊന്നും വേണ്ട. വളരെ അതാ ഞാൻ പറഞ്ഞത്, വലിയ ബുദ്ധിമുട്ടുകളില്ല. പക്ഷേ കഠിനമായ വ്രതനിഷ്ഠ ശീലിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രയോജനം ചെയ്യുകയുള്ളൂ. ഇതൊക്കെ ചെയ്യുമ്പോഴും, ഇങ്ങനെ ചതുരം വരയ്ക്കുമ്പോഴും ചതുരത്തിൽ സംഖ്യകൾ രേഖപ്പെടുത്തുമ്പോഴും എല്ലാം കുബേര ഭഗവാനെ മനസ്സിൽ കരുതുകയും അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ, അദ്ദേഹത്തിൻ്റെ മന്ത്രങ്ങളെല്ലാം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടും വേണം അത് ചെയ്യാൻ. ഈ സംഖ്യായന്ത്രം വരച്ച് പൂർത്തിയാക്കിയതിന് ശേഷം 108 പ്രാവശ്യം കുബേര ഗായത്രിയും ചൊല്ലുക എന്നുള്ളതാണ് വേണ്ടത്. കുബേര മൂലമന്ത്രവും കുബേര ഗായത്രിയും 108 പ്രാവശ്യം വീതം ചൊല്ലിക്കഴിഞ്ഞാൽ ആ യന്ത്രം, അതായത് ആ തകിട് ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് എടുക്കുക. അതിൻ്റെ അരുകും മൂലയും ഒന്നും മടങ്ങാതെയും വളയാതെയും നോക്കണം. യന്ത്രത്തിൻ്റെ കോണുകൾ ഒടിയാനൊന്നും പാടില്ല. ഈ യന്ത്രത്തിൻ്റെ ജപം ആരംഭിക്കുന്ന ദിവസം മുതൽ 21 ദിവസക്കാലത്തോളം പൂജാമുറിയിൽ വിളക്ക് വയ്ക്കണം. വീട് വളരെ ശുദ്ധിയാകണം. അതുപോലെ തന്നെ ആ പൂജാമുറിക്ക് അരികത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ ശുദ്ധരാകണം. ഇത് ചെയ്യുന്നയാൾ പരമശുദ്ധനാകണം. അനാവശ്യമായ ഒരു പ്രവൃത്തിയിലും ബന്ധപ്പെടാൻ പാടില്ല. മാംസാഹാര ഭക്ഷണം പാടില്ല. അതൊക്കെ ചെയ്ത് വളരെ വളരെ വ്രതശുദ്ധിയോട് ഇത് ചെയ്യുക എന്നുള്ളതാണ്. കുബേര ഗായത്രിയും കുബേര മൂലമന്ത്രവും 21 ദിവസങ്ങൾ കൊണ്ട് 7200 പ്രാവശ്യം ജപിക്കുകയാണ് വേണ്ടത്. രണ്ടും 7200, 7200, 21 ദിവസം. അപ്പോൾ ഇത് അനുവർത്തിക്കുന്ന അല്ലെങ്കിൽ അനുഷ്ഠിക്കുന്നയാൾ മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം രാവിലെ എത്ര ചെല്ലാം, വൈകുന്നേരം എത്ര ചെല്ലാം, അങ്ങനെ ഒരു കണക്ക്, ഒരു ടേബിൾ പോലെ നമ്മൾ സൂക്ഷിക്കണം.
അങ്ങനെ 21 ദിവസം കൊണ്ട് 7200 പ്രാവശ്യം കുബേര ഗായത്രിയും കുബേര മൂലമന്ത്രവും ചൊല്ലുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും ചുവന്ന പട്ടിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്ന കുബേര മാന്ത്രിക ചതുരമെടുത്ത് അതായത് ചുവന്ന പട്ടുപൊതി മാറ്റി അതിനുശേഷം വേണം കുബേര മൂലമന്ത്രവും കുബേര ഗായത്രിയും ചൊല്ലാൻ. ഒരു ദിവസം ഇത്ര എന്ന് അത് ജപിക്കുന്നയാൾ തീരുമാനിക്കണം. എന്തായാലും ഒറ്റയക്കങ്ങളിൽ അത് ക്രമീകരിക്കപ്പെടണം. രാവിലെയും വൈകുന്നേരവും ഇത്ര വെച്ച് ഞാൻ ചൊല്ലും. അത് ഒറ്റയക്കത്തിൽ അവസാനിക്കണം. ഇപ്പം 1, 11, 21, 31, 1001, 2001 എന്ന് പറയുന്ന ഒറ്റയക്കത്തിൽ അത് അവസാനിക്കണം. അങ്ങനെ 21 ദിവസം കൊണ്ട് 7200 പ്രാവശ്യം ചൊല്ലാൻ നമുക്ക് കഴിഞ്ഞാൽ കുബേര ഭഗവാൻ നിങ്ങളോടൊപ്പം ജീവിത അവസാനം വരെയും കാണും. വമ്പൻ സാമ്പത്തിക നിലവാരത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകും. അതായത് കുബേര മൂലമന്ത്രവും കുബേര ഗായത്രിയും ഓരോ ദിവസവും ചൊല്ലുമ്പോൾ തമ്മിൽ കൂട്ടുമ്പോൾ ഒറ്റയക്കം കിട്ടുന്ന തരത്തിലായിരിക്കണം. അപ്പോൾ 108 എന്ന് പറയുന്നത് വരുന്നത് പോലെ ഒറ്റയക്ക വ്യവസ്ഥയിൽ ചൊല്ലി ശീലിക്കുക. തീർച്ചയായും ഇത്ര ദിവസം ഇത്ര എണ്ണം വെച്ച് ചൊല്ലാം എന്നുള്ളത് അവനവൻ തന്നെ ശീലിക്കേണ്ടുന്ന തലമാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങളൊരു ടേബിൾ പോലെ കണക്കാക്കണം. രാവിലെയും സന്ധ്യാസമയത്തുമുള്ള ജപത്തിനു ശേഷം കുബേര മാന്ത്രിക ചതുരം വീണ്ടും പട്ടിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുക. ഒന്നുകിൽ നിങ്ങളുടെ പൂജാമുറിയിൽ വയ്ക്കുക, അല്ലെങ്കിൽ ധനം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക തുടങ്ങിയവ. അതായത് വൃത്തിയായിരിക്കണം. ഇത് വയ്ക്കുന്ന സ്ഥലം വളരെ പരിശുദ്ധവും വളരെ വൃത്തിയുമുള്ളതുമായിരിക്കണം. അവിടെ സൂക്ഷിക്കുക. ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരം അവിടെ നിന്ന് എടുത്ത് തീർച്ചയായും ആ പട്ട് തുറന്നിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എണ്ണം എത്രയാണോ അത്രയും എണ്ണം കുബേര ഭഗവാനെ മനസ്സിൽ കരുതി ചൊല്ലുക. മന്ത്രം 21 ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് ചുവന്ന നൂലുകൊണ്ട് കെട്ടി ഒന്നുകിൽ നമ്മുടെ പെസിലോ അല്ലെങ്കിൽ അലമാരിയിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ സൂക്ഷിക്കുക. 41 ദിവസത്തിന് ശേഷം എത്ര വലിയ കടബാധ്യതകളുണ്ടെങ്കിലും അതെല്ലാം ഒഴിഞ്ഞു മാറി സമൂഹത്തിൽ പ്രധാനപ്പെട്ട ഒരാളായി സമ്പത്തിൻ്റെ മേൽക്കോയ്മയിൽ വളരെ സന്തോഷത്തോട് ആഹ്ലാദപുരസരം കുടുംബത്തോടൊപ്പം ജീവിക്കുവാൻ കഴിയുക തന്നെ ചെയ്യും. അതാണ് കുബേര മാന്ത്രിക ചതുരത്തിൻ്റെ പ്രത്യേകത. കുബേര മാന്ത്രിക ചതുരം, ആ കുബേര മാന്ത്രിക ചതുരത്തെ ഈ പറയുന്നത് പോലെ ഒരു ചെമ്പ് തകിടിൽ ചതുരം വരയ്ക്കുക. എങ്ങോട്ട് കൂട്ടിയാലും 72 എന്ന സംഖ്യ കിട്ടുന്ന തരത്തിൽ സ്ക്രീനിൽ കാണുന്ന തരം സംഖ്യ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ 7200 പ്രാവശ്യമാണ് കുബേര ഗായത്രിയും കുബേര മൂലമന്ത്രവും ചൊല്ലേണ്ടുന്നത്. അത് ഓരോ ദിവസവും എത്ര വെച്ച് ചൊല്ലണം എന്നുള്ളത് അവനവൻ തീരുമാനിക്കുന്നതാണ്. രാവിലെ ഇത്ര, വൈകിട്ട് ഇത്ര. എന്തായാലും 21 ദിവസമാകുമ്പോഴേക്കും 7200 തവണ കുബേര മൂലമന്ത്രവും കുബേര ഗായത്രിയും ചൊല്ലിക്കഴിഞ്ഞിരിക്കണം. പിന്നീട് വരുന്ന ദിവസങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പിടിച്ചാൽ കിട്ടാത്തവണ്ണം സമ്പത്തിൻ്റെ ഏറ്റവും ഉയരങ്ങളിലേക്ക് നിങ്ങൾ പോവുക തന്നെ ചെയ്യും. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായ വ്രതനിഷ്ഠയോടുകൂടി ചെയ്താൽ മാത്രമേ ഇത് അനുഭവിക്കുകയുള്ളൂ. അതല്ല ജ്യോത്സ്യൻ്റെ വിധി കേട്ടതിന് ശേഷം എന്നാൽ പിന്നെ അങ്ങ് ചെയ്യാം എന്ന് വിചാരിച്ച് അനാവശ്യമായ തരത്തിൽ ചിന്തിച്ചാൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരിക്കലും നമുക്കതിനെ പോസിറ്റീവാക്കി എടുക്കാനാവില്ല. മദ്യപാനികൾ, അതുപോലെ പുകയില മുറുക്ക്, അതുപോലെ സിഗരറ്റ് വലി, അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള എല്ലാ പ്രവണതകളും ഒഴിവാക്കി വെച്ച് മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് 21 ദിവസത്തെ കഠിനമായ വ്രതവ്യവസ്ഥയിൽ 7200 പ്രാവശ്യം കുബേര ഗായത്രിയും കുബേര മൂലമന്ത്രവും ചൊല്ലി കുബേര മാന്ത്രിക ചതുരത്തെ പ്രാർത്ഥനയോട് ഏറ്റെടുത്താൽ നിങ്ങളെ പിന്നെ ഒരിക്കലും ഒരു ശക്തിക്കും ബാധ്യതകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ധനത്തിനെ കയ്യിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും നല്ല മാർഗമാണിത്. ഏറ്റവും ലളിതമായ മാർഗവുമാണ്. 21 ദിവസം ഇതിൻ്റെ മന്ത്രവ്യവസ്ഥകളിലൂടെ വ്രതാനുഷ്ഠാനത്തിലൂടെ മുമ്പോട്ട് നീങ്ങുക. തീർച്ചയായും എല്ലാവരും ഇത് ചെയ്യും എന്ന് വിചാരിക്കുന്നു. ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ആ സന്തോഷം
ഞങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ദൈവത്തോട് നിങ്ങൾക്കെല്ലാ നന്മകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.